ആന്റി, ഇവളാണ് എന്റെ മാണിക്യം. ഈ മാണിക്യത്തിന് കാവലായിരിക്കും എന്നും ഭണമെടുത്താടുന്ന ഈ നാഗം. ഇരുളിന്റെ മറവിലും ആളൊഴിഞ്ഞ ചതുപ്പിലും വരെ ഞാനുണ്ടാവും. കരുതിയിരിക്കാൻ പറയാ തൃച്ചംബരത്തുകാരോട്. ബലികർമ്മങ്ങൾക്കുള്ള കളമെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പ്രിയങ്ക, നാഗമടത്ത് പ്രിയങ്ക. ഹലോ, ചായ. ഷാമ്പയിൻ പൊട്ടിച്ചിട്ടുള്ള പരിപാടിയൊക്കെ പിന്നെ. തൽക്കാലം ചായ കൊണ്ടൊരു ചിയേഴ്സ്. അടി. ചൂട്. അങ്ങനെ അതിഗംഭീരമായി നമ്മൾ ഈ ഓപ്പറേഷനിൽ വിജയിച്ചിരിക്കുന്നു. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും സുബ്ബണ്ണനാ. കാലക്കി സുബ്ബണ്ണ. അല്ല, ആ അമ്പല കമ്മിറ്റിക്കാരെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചു. അല്ലെങ്കിലും കള്ളവും ചതിയൊക്കെ എക്കാലം വിജയിക്കോ? അവരെയൊക്കെ ദൈവം നോട്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ, തിരിച്ചടി കിട്ടാതിരിക്കോ? അതിന് ഞാനൊരു കാരണക്കാരനായി, അത്രേ ഉള്ളൂ. അങ്ങനെ ഗംഗ എന്നേക്കായിട്ട് തൃച്ചംബരത്തുനിന്ന് പുറത്തേക്ക്. കല്യാണി ഇങ്ങനെ സാവധാനം മെല്ലെ 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 ബ്രോയുടെ ജീവിതത്തിലേക്ക്. ഓ, സന്തോഷായിരിക്കും. അല്ല, അതിനി എന്തൊക്കെ കടമ്പകൾ കിടക്കണം? അതൊന്നും സാരമില്ല. ഗംഗയുടെ കഥ കഴിഞ്ഞ പിന്നെ തൃച്ചംബര ശാന്തമായല്ലോ. ജാതകത്തിലാണ് അവള് കൈവച്ചത്. വിശ്വാസമായിട്ടുള്ള അമ്മ അത് സഹിക്കോ? അല്ല, അമ്മ അത് ക്ഷമിക്കോ? അല്ല, എന്താ അമ്മയുടെ അവസ്ഥ? ഒന്നും പറയാൻ പറ്റില്ല. ഇടിവെട്ടും കൊടുങ്കാറ്റൊക്കെ പുറകെ വരുന്ന പ്രതീക്ഷിക്കാം. അല്ല, ഈ സമയം നോക്കി ഗംഗ മുങ്ങിയതാണോന്ന് എനിക്കൊരു സംശയമുണ്ടേ. ഇനി അങ്ങനെ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ അമ്മയുടെ കൈയോടെ കാരണം പൊളിക്കും, അതുറപ്പാ. ഗംഗയുടെ ഈ ജാതകം കള്ള ജാതകമാണ്. അഖിലേ, സമനില കൈവിടരുത്, ശാന്തമായിരിക്കും. എങ്ങനെ എന്റെ മനസ്സിനെ ശാന്തമാക്കുന്ന കൃഷ്ണന്റെ പറയുന്നത്? ഈ ചതി ഞാൻ മറക്കണമെന്നോ അതോ സഹിക്കണമെന്നോ? അഖിലേ, ഞാൻ കുറ്റപ്പെടുത്തുകയോ ഉപദേശിക്കുകയോ അല്ല. ഇഷ്ടപ്പെടുന്നവരെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. അത് തെറ്റാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ല. എന്തും സഹിക്കും ഞാൻ. പക്ഷേ വിശ്വാസവഞ്ചന അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. വഞ്ചിക്കപ്പെടാൻ നമ്മൾ നിന്നുകൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് തെറ്റ്. ഇതൊക്കെ നമ്മൾ പാഠമാക്കേണ്ടതാണ്.
നമ്മളെ ചതിച്ചിട്ട് ആരും രക്ഷപ്പെടില്ല കൃഷ്ണേട്ടാ. രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. പകരം വീട്ടും ഞാൻ. നിക്കവിടെ. ഇനി ഒരടി മുന്നോട്ട് വെച്ച് പോരുത്. എവിടുന്ന് കിട്ടിയടി നിനക്ക് ഈ ധൈര്യം? തൃച്ചംബരത്ത് കയറി വന്ന് എന്നെയും കൃഷ്ണേട്ടനെയും ചതിക്കാൻ നിനക്കാര് ധൈര്യം തന്നു? ഇവളോ? ചേച്ചി, നീ മിണ്ടിപ്പോവരുത്. ഒരക്ഷരം മിണ്ടിയ കൊന്നുകളയും ഞാൻ. പറയടി, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനും ശുദ്ധ വിട്ടുകളാണെന്ന് നീ കരുതിയോ? ആന്റി ആന്റി എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? കള്ളജാതകം ഉണ്ടാക്കി എന്റെ മകനെ കല്യാണം കഴിക്കാന്ന് കരുതിയോ നീ? ഞങ്ങളെ കബളിപ്പിച്ച് തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാമെന്ന് നീ വ്യാമോഹിച്ചോ? നീ എന്ത് കരുതി തൃച്ചംബരത്തെ പറ്റി? ഞങ്ങളെയൊക്കെ പമ്പര വിട്ടികളാക്കി ഇതിനകത്ത് കയറി വാഴാന്ന് വിചാരിച്ചോ? ആന്റി, ഇറങ്ങടി പുറത്ത്. ഇറങ്ങി പോടി. ഇങ്ങോട്ട് പോടി. നിന്നെ കൊന്നു കുഴിച്ചു മൂടേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല. തീർത്ഥയാത്രയ്ക്ക് പോകുന്നതിന് മുൻപായിരുന്നു നീ പിടിക്കപ്പെട്ടതെങ്കിൽ നിന്റെ തിരുനെറ്റിയിൽ ഒരു ബുള്ളറ്റ് തുളച്ചു കയറിയനെ. ഇറങ്ങടി പുറത്ത്. ഇറങ്ങാൻ. ആന്റി, ഇറങ്ങി. അയ്യോ, ആന്റി ആന്റി വേണ്ട. ഇങ്ങോട്ട് പോരാടി. മേലാൽ നിന്നെ ഈ നാട്ടിൽ പോലും കണ്ടുപോകരുത്. മാഡം, തൃച്ചംബരത്തെ ചെക്കനാകുമ്പോ മാനിനായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇത്ര ചതിയനാണെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. എന്താ എന്താ കാര്യം? മാഡം, നിങ്ങളുടെ ഈ ഇളയ മകൻ വാക്കു പാലിക്കാത്തവനാണ്. ഗംഗയുടെ ജാതകം കള്ള ജാതകമാണെന്ന് പറഞ്ഞാ എനിക്ക് 5 ലക്ഷം രൂപ തരാന്ന് ഇവൻ വാക്ക് പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോ ചെക്കൻ കാല് മാറി. അമ്മേ, ഇത് പച്ചക്കള്ളമാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. തൃച്ചംബരത്തിന്റെ അന്തസ് തകർത്തതിന് ഇന്നു മുതൽ നിന്റെ ജാതകം ഞാൻ തിരുത്താൻ പോവാ.
എനിക്കിനി ആ പണം വേണ്ട. എടി പ്രിയങ്കേ, ഭയങ്കരി, നീ അവിടെ ഇരുന്നോണ്ട് പണി ഒപ്പിച്ചു കളഞ്ഞല്ലോ. ആഹാ, അച്ഛൻ പോയില്ലേ? എയർപോർട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയില്ല, ഫ്ലൈറ്റ് ലേറ്റാ. നീ എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് പോന്ന്? അത് അനിയൻകുട്ടൻ ആഹാരം കഴിച്ചോന്ന് അറിയാനാ. എനിക്ക് ഉടനെ തിരികെ പോണം. അവൻ പുറത്തേക്ക് എവിടെ പോയതാ? അച്ഛാ, ഇന്ന് തൃച്ചംബരത്തൊരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം? അവിടെ ഇന്നൊരു ജ്യോത്സ്യം വന്നിരുന്നു. ഗംഗയുടെ കള്ളക്കളി മുഴുവൻ പൊളിഞ്ഞു. ജാതകം തിരുത്തി എഴുതിയതാത്രേ. വല്യുഞ്ഞുമായിട്ട് 10-ൽ 10 പൊരുത്തമുള്ള ജാതകമാക്കി മാറ്റിയതാ ഗംഗയുടെ ജാതകം. എന്തായാലും നിശ്ചയിച്ച കല്യാണം നടക്കില്ല, അതേതാണ്ട് ഉറപ്പായി. അതിൽ നിനക്കെന്താ ഇത്ര സന്തോഷം? തൃച്ചംബരത്ത് നടക്കുന്ന അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കണം. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ അവിടുത്തെ ജോലിക്കാർ മാത്രമാണെന്നുള്ള കാര്യം നീ മറന്നു കളയരുത്. ഞാൻ നിന്നെ വേദനിപ്പിച്ചതിൻ്റെയും ശിക്ഷിച്ചതിൻ്റെയും വേദന എനിക്ക് മാറിയിട്ടില്ല. അതെന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടാനും വേദനിക്കാനും എനിക്ക് താല്പര്യമില്ല. മോളെ, അച്ഛനമ്മമാർക്ക് പെൺമക്കളോട് ഒരല്പ സ്നേഹം കൂടുതലായിരിക്കും. ഞാൻ നിന്നെ തല്ലുകയോ കരയിപ്പിക്കുകയോ ചെയ്താൽ നിനക്കത് മറക്കാൻ പറ്റും. പക്ഷെ എനിക്കത് മറക്കാൻ പറ്റില്ല. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സ്നേഹിച്ച് തീർന്നിട്ടില്ല മോളെ. സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നാ അച്ഛന് തോന്നുന്നേ. നീ തെറ്റുകാരിയല്ല, നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. പെൺകുട്ടികൾ വളരുന്ന വീട്ടിൽ അമ്മയുടെ തണൽ അത്യാവശ്യമായിരുന്നു. അത് നിനക്കില്ലാതെ പോയി. നന്മ ചെയ്യുന്നതിലും മഹത്തരമാണ് നന്മ ചെയ്യുന്നവരുടെ മനസ്സും കരളും വേദനിപ്പിക്കാതെയും തളർത്താതെയും നോക്കേണ്ടത്. തൃച്ചംബരത്തുള്ളവർ നമുക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചില മോഹങ്ങൾ നല്ലതിനല്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബന്ധവും നമുക്ക് വേണ്ട മോളെ. ആ കണ്ണീരിൽ തെന്നി നമ്മൾ താഴെ വീഴും. കാലം അതിന് കണക്കും ചോദിക്കും. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഭദ്രകാളി രൂപം കണ്ടില്ലേ നീ? കണ്ടെന്നല്ല, നന്നായി ഒന്ന് ഭയന്നു ഞാൻ. ഒരു നിമിഷം കൊണ്ട് എല്ലാം കൈവിട്ടതുപോലെയും അടുത്ത നിമിഷം അതെല്ലാം തിരികെ കിട്ടിയതുപോലെ. ആ അവസ്ഥയുടെ ഒരു ഉന്മാദത്തിലാ ഞാൻ. ഏതായാലും പ്രിയങ്ക തൊടുത്ത അസ്ത്രം ലക്ഷ്യം ഭേദിച്ചു. ആ ആനന്ദിന്റെ അരവിന്ദിന്റെ മുഖത്തെ ചളിപ്പൊന്ന് കാണണമായിരുന്നു. ഒരുമാതിരി വെളറി വെളുത്ത്. ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ ആ പട്ടരുടെ ബുദ്ധിയാവാനാ സാധ്യത. നീ ഏതായാലും പ്രിയങ്കയെ ഒന്ന് വിളിക്ക്. മനസ്സ് നിറഞ്ഞ് അവളോടൊരു നന്ദി പറയണം എനിക്ക്, തോറ്റ കളി ജയിപ്പിച്ചതിന്. ഹലോ. എന്താ ഗംഗ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അഗ്നി താണ്ഡവം ഒരു ലാസ്യ നടനമായി അല്ലേ? എന്നാലും സൂക്ഷിക്കണം അഖിലാണ്ടേശ്വരിയെ.
മുഖം നോക്കി ചിരിക്കുമ്പോഴും ആ മനസ്സിൽ സംശയത്തിന്റെ ഒരു തരി അവശേഷിക്കുന്നെങ്കിൽ അതെതിരെ നിൽക്കുന്നവരുടെ കണ്ണിൽ നിന്നും കണ്ടുപിടിക്കും. അതാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. ആരാ ഫോണിൽ? അഖില വന്നുവല്ലേ? നീ ഫോൺ കട്ട് ചെയ്തേക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ഫോണിങ്ങെടുക്ക്, ഞാൻ പറയാം. കട്ടായി ആന്റി. മോളെ, അപ്പോഴത്തെ ദേഷ്യത്തിൽ ആന്റി അങ്ങനെ പെരുമാറിപ്പോയതാ. അതിനെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവരെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാൻ നിൽക്കണ്ട. ചതി അത് ഞാൻ സഹിക്കില്ല. മുൻപൊരുത്തി തൃച്ചംബരത്ത് കയറിക്കൂടി ചതിക്കാൻ നോക്കിയതാ പ്രിയങ്ക. നാഗമഠത്ത് പ്രിയങ്ക വർമ്മ. മോളെ, ദേ നോക്ക്, നമ്മൾ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ആനന്ദ് നിന്റെ കഴുത്തിൽ താലി കെട്ടും. ഇനി മുതൽ തൃച്ചംബരത്ത് കല്യാണ ഒരുക്കങ്ങളാ. സംശയിക്കണ്ട, തൃച്ചംബരത്തെ മൂത്ത മരുമകൾ നീ തന്നെ. സന്തോഷായില്ലേ? हेलो सेठ जी. ए नहीं नहीं, मेरे बेटा का शादी है. ओह अच्छा. അങ്ങനെ വീണ്ടും നമ്മൾ ചതിക്കപ്പെട്ടു. സത്യം, അപ്രതീക്ഷിതമായ ചതി. ഗംഗ പിന്നെയും നമ്മളെ ബുദ്ധിപൂർവ്വം അറ്റാക്ക് ചെയ്തു. എത്ര പെട്ടെന്ന് അവൾ ആ ജോത്സ്യനെ വിലക്കെടുത്തത്. അയാളെ കാശ് കൊടുത്ത് മറിച്ചതാ. ജ്യോതിഷം അറിയാമെങ്കിലും ആളൊരു ഫ്രോഡാ. ആ ജോത്സ്യനുണ്ടല്ലോ, എന്നിട്ട് കൈ കിട്ടാതിരിക്കില്ല. അവന്റെ കൈ കാലി ഞാൻ തല്ലുപിടിക്കും. അടുത്ത കാലത്തൊന്നും അവൻ പുറത്തിറങ്ങില്ല. അവൻ അപ്പോഴേ അണ്ടർഗ്രൗണ്ടിൽ പോയി കാണും. കാരണം അവൻ കളിച്ചത് നമ്മളോടാണെന്ന് അവന് നന്നായി അറിയാം. വിജയിച്ച പദ്ധതിയാണ്. എത്ര പെട്ടെന്നാ പാളിപ്പോയത്. എല്ലാവരുടെയും മുന്നിൽ അരവിന്ദ് മോശക്കാരനുമായി. അതൊന്നും സാരമില്ല ബ്രോ. എനിക്കിവിടെ ഉള്ളവരുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല. അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കായിരുന്നാ മതി. അവരുടെ ധാരണ നമ്മൾ എങ്ങനെ മാറ്റും? കുഴപ്പക്കാരെന്നുള്ള പേര് ദോഷം എനിക്ക് പണ്ടേ ഉള്ളതല്ലേ ബ്രോ. അതങ്ങനെ തന്നെ കിടക്കട്ടെ. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ബ്രോയുടെ കല്യാണകാര്യത്തെ കുറിച്ചിട്ടാ ഭയം. ഈ സംഭവത്തിലൂടെ ഗംഗ അമ്മയുടെ മനസ്സിൽ ഒന്നുകൂടി കയറി അങ്ങ് ഉറച്ചു. ഇതൊരു ബെർമുഡ ട്രയാങ്കിളാ. ഇപ്പൊ പെട്ടുകിടക്കേ. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? പതറാതെ, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. മോളെ, മോളെ കല്യാണി, അച്ഛനെന്താ ഇത്ര താമസിച്ചേ? എവിടെ പോയിരുന്നു? തൃച്ചംബരത്ത് നാളെ അനുഗ്രഹ പൂജയല്ലേ. പൂക്കളും പൂജാസാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ പോയിരുന്നു. ചടങ്ങിന് ഞാനുണ്ടാവില്ല. കമ്പനി കാര്യത്തിന് വണ്ടിയുമായി തെങ്കാശി വരുന്നു പോണം. അപ്പോ ഞാൻ പോയി ആ പൂക്കളൊക്കെ ഒന്ന് ഒരുക്കി വെക്കട്ടെ? വേണ്ട, അത് അതിരാവിലെ കുറച്ച് നേരത്തെ അങ്ങ് പോയാൽ മതി. അഖിലാമേടം വന്നതോടുകൂടി തൃച്ചംബരത്തൊരു ഉത്സവത്തിന്റെ പ്രതീതിയാ. കല്യാണം അടുക്കല്ലേ. അല്ല, അനിയൻകുട്ടൻ എവിടെ? അത് അവനുറങ്ങി. ഞാൻ കുളിച്ചിട്ട് വരാം. വല്ലാത്ത ക്ഷീണം, നേരത്തെ കിടക്കണം. കെട്ടിയോളെ